രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഗ്രാമീണ ജനതയുടെ ഏക ആശ്രയമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. എന്നാൽ രാജ്യം മുഴുവനായി നടക്കുന്ന നവീകരണ പ്രവൃത്തിയുടെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് കേന്ദ്രം ഈ പദ്ധതിയെയും ചരിത്രമാക്കാൻ പോവുകയാണ്. പറഞ്ഞു വരുന്നത് ജൂലൈ 1 മുതൽ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക് മിഷൻ അഥവാ VBG റാംജി എന്ന പുതിയ പേരിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയെ പറിച്ചു നടാൻ പോവുകയാണെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഭിന്നശേഷിക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നൽകുമെന്ന ആകർഷകമായ പ്രഖ്യാപനങ്ങളോടെയാണ് BJP സർക്കാർ ഈ പദ്ധതി കൊണ്ടുവരുന്നതെങ്കിലും ഇതിന് പിന്നിലെ കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക ചതിക്കുഴികളെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. മഹാത്മാഗാന്ധിയുടെ പേര് പദ്ധതിയിൽ നിന്ന് വെട്ടിമാറ്റിയതിനെതിരെ രാജ്യവ്യാപകമായി വലിയ വിമർശനങ്ങളാണ് പദ്ധതിക്കെതിരെ ആദ്യം ഉയർന്നത്. എന്നാൽ പേര് മാറ്റത്തേക്കാൾ ഭയപ്പെടുത്തുന്നത് ഈ പദ്ധതി സംസ്ഥാനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യതയാണ്. മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി പൂർണ്ണമായും കേന്ദ്രമാണ് നൽകിയിരുന്നത്. മെറ്റീരിയൽ ചെലവിലെ വെറും 10% മാത്രമായിരുന്നു സംസ്ഥാനങ്ങളുടെ ബാധ്യത. എന്നാൽ പുതിയ രീതി പ്രകാരം 60:40 എന്ന അനുപാതത്തിലാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും ചെലവ് പങ്കിടേണ്ടത്. അതായത് പദ്ധതിയുടെ 40% വൻതുക സംസ്ഥാനങ്ങൾ കയ്യിൽ നിന്ന് എടുക്കണമെന്ന് സാരം. ഇനി വിവരാവകാശ രേഖയിലൂടെ പുറത്തുവന്ന ചില വിവരങ്ങൾ കൂടി പരിഗണിക്കാം. രേഖ പ്രകാരം പുതിയ നിയമത്തോടെ ബീഹാറിന്റെ ബാധ്യത 4477 കോടിയിൽ നിന്ന് 15,939 കോടിയായും മധ്യപ്രദേശിന്റേത് 4168 കോടിയിൽ നിന്ന് 20,037 കോടിയായും കുതിച്ചുയരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു യാഥാർത്ഥ്യം എന്തെന്നാൽ BJP ഭരിക്കുന്ന മധ്യപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ പദ്ധതിയോടുള്ള കടുത്ത അതൃപ്തി കേന്ദ്രത്തെ തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം വിവരാവകാശ രേഖയിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. കൂടാതെ 5 സംസ്ഥാനങ്ങൾ വേതന നിരക്കിൽ മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നിലവിലെ വേതനം വിപണി നിരക്കിനേക്കാൾ കുറവാണെന്നതാണ് ഇതിനുള്ള വാദം. പേയ്മെന്റുകൾ വൈകുന്നതിനെതിരെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും പരാതി ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ 90:10 എന്ന നിലവിലെ അനുകൂല അനുപാതത്തിൽ ഫണ്ട് ലഭിക്കുന്ന സിക്കിം, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും പുതിയ വ്യവസ്ഥകളിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഭൂപ്രകൃതിയുടെ പ്രത്യേകതകൾ ചൂണ്ടിക്കാട്ടി വേതനത്തിന്റെ മുഴുവൻ തുകയും കേന്ദ്രം തന്നെ നൽകണമെന്നാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. കൂടാതെ പുതിയ പദ്ധതി പ്രകാരം സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും കുറഞ്ഞ മണിക്കൂറിൽ തന്നെ മുഴുവൻ വേതനവും ഗ്രാമീണ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡും നൽകുമെന്ന് കേൾക്കാൻ സുഖമുള്ള കാര്യമാണെങ്കിലും പ്രായോഗിക തലത്തിൽ ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കാരണം കാർഷിക സീസണുകളിൽ 60 ദിവസത്തേക്ക് തൊഴിൽ നിർത്തിവെക്കാനുള്ള കേന്ദ്രത്തിന്റെ പുതിയ വ്യവസ്ഥ സാധാരണക്കാരായ തൊഴിലാളികളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിടുന്നതിന് തുല്യമാണ്. നിലവിലെ വേതനം വിപണി നിരക്കിനേക്കാൾ കുറവാണെന്നിരിക്കെ കേന്ദ്രം നിശ്ചയിക്കുന്ന പരിധിക്ക് മുകളിലുള്ള മുഴുവൻ തുകയും സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന നിബന്ധന ഫലത്തിൽ പദ്ധതിയെ തകർക്കാനേ ഉപകരിക്കൂവെന്നതാണ് വസ്തുത. ചുരുക്കത്തിൽ കോർപ്പറേറ്റ് ശൈലിയിലുള്ള പേര് മാറ്റത്തിലൂടെ ഗ്രാമീണ ജനതയുടെ അവകാശങ്ങളെ ഇല്ലാതാക്കാനും കേന്ദ്രത്തിന്റെ ബാധ്യതകൾ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുമുള്ള BJP സർക്കാരിന്റെ നീക്കമാണ് പുതിയ പദ്ധതിയിലൂടെ വ്യക്തമാകുന്നത്. ഇത് രാജ്യത്തെ സാധാരണക്കാർക്ക് വികസിത് ഭാരത് ആകുമോ അതോ മറ്റൊരു വലിയ ബാധ്യതയാകുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം.